എന്തായി കാണിക്കുന്നത് ദമയന്തി? ആരെങ്കിലും ഭക്ഷണത്തിനോട് ഇങ്ങനെ കാണിക്കുവോ? ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ അന്യായമായി കൊന്നിട്ട് അതിന്റെ പിണ്ടത്തെ കൊണ്ട് പ്ലേറ്റ് വെച്ചിട്ട് സ്നേഹത്തോടെ കഴിക്കാൻ പറയുവാണോ വസു? എന്റെ മകളെ കൊന്ന ആ കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കി വച്ചിട്ട് ഞാൻ കഴിക്കുന്ന നീ വിചാരിച്ചോ? പെറ്റമ്മയുടെ സ്നേഹം അങ്ങനെയാണ് അബി. സ്വന്തം മകള് തന്നെ വിട്ടകലുമ്പോ അതിന്റെ വേദന എന്താണെന്ന് നിനക്കും അറിയില്ല, ഈ വസുവിനും അറിയില്ല. ഉണ്ണി തിരിച്ചു വരുമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും ഒരു 2 ദിവസം ഉണ്ണി ഹോസ്റ്റലിൽ തങ്ങിയതിന് ഈ വസു എന്തുമാത്രം വേദനിച്ചു. അങ്ങനെയുള്ളപ്പോ കല്യാണപ്രായമായ സ്വന്തം മകള് എന്നേക്കുമായി തന്നെ വിട്ടുപോയി എന്നറിയുമ്പോ ആ പെറ്റമ്മയുടെ വേദന അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. കല്യാണം കഴിച്ച ഭർത്താവ് മരിച്ചാലും രണ്ടാമത് കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുമല്ലേ? പ്രസവിച്ച സ്നേഹത്തെക്കുറിച്ച് മനോദുഃഖത്തെക്കുറിച്ച് ഈ വസുവിന് എന്തറിയാനോ അമ്മേ? എന്തൊക്കെയായാലും നിന്റെ മോള് മരിച്ചതുകൊണ്ട് വസുവിന് എന്ത് ദുഃഖം ഉണ്ടാവാനാ? ശിവാനിയുടെ മരണത്തിന് കാരണക്കാരി അവളല്ലേ? എത്ര തവണ നിങ്ങളോട് പറയണം, ശിവാനി മരിച്ചു പോയതിന് കാരണം വസുന്ധര അല്ല. വസു ആണ് കാരണക്കാരിയെന്ന് എന്റെ മകൾ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ചേട്ടാ. ശിവാനിയെ മാറ്റി നിർത്തിയിട്ട് നന്ദിനിയെ വസു മുന്നിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് ശിവാനി മരിച്ചത്. ശിവാനി ആത്മഹത്യ ചെയ്ത അല്ല അമ്മേ, അവളെ ആരോ കൊന്നതാണ്. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഈ വീട്ടിൽ നിന്ന് പുറത്തുപോയ ശിവാനിയെ ആരോ മനഃപൂർവ്വം തലക്കടിച്ച് കൊന്നതാണ്. അതിന് ഈ വീട്ടിലെ ശത്രുവാണോ അതോ ദമയന്തിയുടെ ശത്രുവാണോ അതോ ഇനി ശിവാനിയുടെ ശത്രുവാണോ എന്ന് ആർക്കും അറിയില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കും, ശിക്ഷയും വാങ്ങിക്കൊടുക്കും. അതുവരെ എല്ലാവരും കുറച്ച് സമാധാനം താ. വെറുതെ ആവശ്യമില്ലാതെ വസുന്ധര ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. എന്റെ മകൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കാരണക്കാരി ഈ വസു അല്ലേ ചേട്ടാ? അങ്ങനെയല്ല ദമയന്തി, അവളെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കാരണക്കാരി ഞാനാ. എന്റെ മകളെ തൂക്കി എറിഞ്ഞിട്ട് ഈ നന്ദിനെ കൊണ്ട് അഖിലിനെ കല്യാണം കഴിപ്പിക്കണമെന്ന് വസു പറഞ്ഞിട്ടല്ലേ എന്റെ മകള് വേദന സഹിച്ച് പുറത്തു പോയത്. അതെ അബി, വസു അതുപോലെ ചെയ്തില്ലായിരുന്നെങ്കിൽ ശിവാനി പുറത്തേക്ക് പോവായിരുന്നോ? ആരുടെങ്കിലും കൈയോട് കൊല്ലപ്പെടുമായിരുന്നോ? വീട്ടിൽ തന്നെ ഉണ്ടാവുമായിരുന്നല്ലോ. ശിവാനി ഇങ്ങനെ പുറത്തുപോയി ഭീഷണിപ്പെടുത്തുമെന്ന് വസു എന്താ മഷിയിട്ട് നോക്കണമായിരുന്നോ? ശിവാനി മരിക്കാനുള്ള കാരണം വസു തന്നെയാണ്. ഞാൻ പറഞ്ഞത് ശരിയായിട്ട് ഇവള് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ശിവാനിക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു. അമ്മേ, ദയവ് ചെയ്ത് അമ്മയെങ്കിലും വസുന്ധര ഒന്ന് മനസ്സിലാക്ക്. അവൾ ഈ കുടുംബത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശിവാനി മരിച്ചുപോയത് എല്ലാവർക്കും വിഷമമുള്ള കാര്യം തന്നെ. പക്ഷെ അതിനൊരിക്കലും വസുന്ധര അല്ല കാരണം. നീ വെറുതെ ആവശ്യമില്ലാതെ വസുന്ധര കുറ്റപ്പെടുത്തുവാണ്. എന്റെ മകളെ ആരോ കൊന്നു എന്നല്ലേ പറഞ്ഞത്? ആ കൊലപാതകയെ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ മുന്നിൽ നിർത്ത്. അപ്പൊ വസു അല്ലേ ഈ തെറ്റ് ചെയ്തതെന്ന് ഞാൻ സമ്മതിക്കാം. അതുവരെ എന്റെ മകളുടെ മരണത്തിന് കാരണക്കാരി വസു തന്നെയാ. അതുവരെ കുറ്റക്കാരി ഇവളാ. വാടാ കിട്ടും. ഇവിടുത്തെ ആഹാരം വേണ്ട, ഒന്നും വേണ്ട. തീർച്ചയായും ആ കൊലയാളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അതാരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല. ദൈവം വിചാരിച്ച പോലും ഇനി അയാളെ രക്ഷിക്കാൻ കഴിയില്ല. ഭഗവാനെ, ശിവാനിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുക. ഞങ്ങൾക്ക് ഒരു വഴിയും അറിയില്ല. കൊലപാതകി ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ശിവാനിയുടെ മരണത്തിൽ നിന്നും എനിക്ക് മോചനം കിട്ടുള്ളൂ. സത്യം എന്താണെന്ന് അവർ മനസ്സിലാക്കണം.
അങ്ങ് തന്നെ ഒരു നല്ല വഴി കാണിച്ചു തരണം. നീ പറഞ്ഞത് തെറ്റ്, ഞാൻ പറഞ്ഞതാ കറക്റ്റ്. അല്ല ചേട്ടാ, ഞാൻ പറഞ്ഞതാ ലോജിക്കുള്ള കാര്യം. ഉണ്ണി, അവിടെ എന്താ വഴക്ക്? ചേട്ടന് ഞാനൊരു കഥ പറഞ്ഞു കൊടുത്തതാമേ, അത് തെറ്റാണെന്നാ പറയുന്നേ. കള്ളന്മാര് ഹീറോന്റെ കണ്ണില് തുണി കെട്ടി പിടിച്ചോണ്ട് പോകുമ്പോ ഹീറോന് വഴിയൊന്നും കാണാൻ പറ്റില്ലല്ലോ ആന്റി. പിന്നെ കള്ളന്മാര് ഹീറോനെ വിട്ടതിന് ശേഷം ആ കള്ളന്മാരെ ഹീറോ എങ്ങനെയാ പോലീസിന് കാണിച്ചു കൊടുക്കുന്നേ? കിട്ടു പറയുന്നതും കറക്റ്റ് ആണല്ലോ ഉണ്ണി. കണ്ണ് തുണി കൊണ്ട് മറച്ച ഹീറോയ്ക്ക് എങ്ങനെയാ വഴി അറിയാൻ പറ്റുക? ആദ്യം കഥ മുഴുവൻ കേൾക്കമ്മേ. കണ്ണില് തുണി കെട്ടിയിട്ടുണ്ട്, പക്ഷെ ഹീറോ കള്ളന്മാരുടെ കൂടെ പോകുന്ന വഴിക്ക് അയാളുടെ കയ്യില് ആരും കാണാതെ കുറച്ച് പയറുമണി വെച്ചിരുന്നു. പോകുന്ന വഴിക്കെല്ലാം പയറുമണി ഇട്ടുകൊണ്ടാ പോയത്. അതിനുശേഷം ആ കള്ളന്മാര് ഹീറോയെ വിട്ടപ്പോ ആ ഹീറോ പോലീസുകാരെയും കൂട്ടി ആ പയറുമണി ഇട്ട വഴിയിലൂടെ ചെന്ന് ആ കള്ളന്മാരുടെ സങ്കേതം കണ്ടുപിടിച്ചു. അങ്ങനെ പോലീസുകാർക്ക് കള്ളന്മാരെ പിടിക്കാൻ പറ്റി. അതിൽ ലോജിക്കല്ലേ അമ്മേ? അതെങ്ങനെയാ ലോജിക്കാവുന്നേ? ഞാൻ ആലിബാബയെ 41 കള്ളന്മാരെന്നുള്ള ബുക്ക് വായിച്ചിട്ടുണ്ടേട്ടാ. അതിലുള്ള കഥയും ഇതുപോലെ തന്നെയാ ഉള്ളത്. താങ്ക്സ് ഉണ്ണി, ഒരു നല്ല ഐഡിയ കിട്ടി. ഏട്ടാ, ശിവാനിയെ കൊന്ന കൊലപാതകയെ കണ്ടുപിടിക്കാൻ എനിക്കൊരു ഐഡിയ കിട്ടി. എന്താ വസുന്ധര? നമ്മൾ ആ ഏരിയയിലുള്ള CCTV ഫുട്ടേജ് മാത്രമല്ലേ നോക്കിയുള്ളൂ? അതെ, അതിൽ കൊലയാളിയുടെ മുഖം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. ആ കൊലപാതകി ആ റൂട്ടിലുള്ള മറ്റ് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവില്ലേ? ഏതെങ്കിലും ഒരു ക്യാമറയിൽ ആ മുഖം തെളിഞ്ഞിട്ടുണ്ടാവും ഉറപ്പായിട്ടും. ആ വഴിയിലുള്ള എല്ലാ CCTV ക്യാമറയും പരിശോധിച്ച കൊലപാതകി കണ്ടെത്താം. ശരിയാണ് വസുന്ധര, റൈറ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ തന്നെ. അല്ല, തനിക്കെങ്ങനെ ഈ ഐഡിയ കിട്ടിയ? ഉണ്ണിയെ പറഞ്ഞത്, അവൻ കിട്ടുന്ന് പറഞ്ഞു കൊടുത്ത സ്റ്റോറിയിൽ നിന്നും എനിക്ക് കിട്ടിയ ഐഡിയ. അപ്പോൾ ഉണ്ണിയോട് വേണം താങ്ക്സ് പറയാൻ. വാ, നമുക്ക് ആ ഏരിയയിൽ പോയി അവിടെയുള്ള എല്ലാ CCTV ക്യാമറയുടെയും ഫുട്ടേജ് ചെക്ക് ചെയ്യാം. വാ വസുന്ധര. ഈ റൂട്ടിലെങ്ങും ഒരു CCTVയും കാണുന്നില്ലല്ലോ ഏട്ടാ. അതാണ് വസുന്ധര ഞാനും ശ്രദ്ധിച്ചത്. ആ ക്യാമറയിലുള്ള ഫുട്ടേജ് വെച്ച് ഒരിക്കലും കൊലയാളിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവളെ ക്ലിയർ ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു എവിഡൻസ് വേണം. അതെങ്ങനെ നമുക്ക് കിട്ടും ഏട്ടാ? CCTV ക്യാമറ ഇല്ലെങ്കിൽ പിന്നെ കൊലപാതകയെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? ശിവാനിയുടെ മർഡർ മിനിഞ്ഞാന്ന് രാത്രി ഏകദേശം 7-നും 8-നും ഇടയ്ക്കാണെന്ന് തോന്നുന്നു. എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്നവരോട് ചോദിക്കാന്ന് വെച്ചാൽ അവരുടെ ഡ്യൂട്ടി 6:00-ക്ക് തീരും. അതേ സമയത്ത് ഇവിടെ ശിവാനി അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണം. ഡാ കണ്ടോ, ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത റീൽസിന് 20K ലൈക്ക് വന്നു. അതെയാ, നോക്കട്ടെ. ഓ, ഇരുട്ടാണെങ്കിലും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. രാത്രിയായാലും എന്താടാ, റീൽസ് എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? കണ്ടില്ലേ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ റീൽസ് ചെയ്യുന്നവരാണോ? അതെ സർ, മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ ചെയ്ത റീല് ഏകദേശം 20,000 പേരോളം കണ്ടു. മിനിഞ്ഞാന്ന് രാത്രി നിങ്ങൾ റീൽസ് ചെയ്യാൻ വന്നിരുന്നോ? എത്ര മണിക്ക്? അറൌണ്ട് 7 o'clock ആണ് സാർ. സാർ എന്താ ചോദിക്കുന്നേ? അത് പിന്നെ ഒന്നുമില്ല, ഇവിടെ ഒരു മർഡർ നടന്നിരുന്നു. ഏതോ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു, ആ കേസാണോ സാർ? അതൊരിക്കലും സൂയിസൈഡ് അല്ല അനിയ, മർഡർ. അന്ന് രാത്രി 7-നും 8-നും ഇടയിലാണ് നടന്നിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? അയ്യോ സാർ, ആ മർഡറിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. അയ്യോ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ റീൽസ് ചെയ്യുമ്പോൾ സംശയാസ്പദമായി ആരെങ്കിലും ഇവിടെ കണ്ടിരുന്നോ? ഓർമ്മയില്ല സാർ. അനിയ പ്ലീസ് ഒന്ന് ഓർമ്മിച്ച് നോക്കേ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ തരുന്ന ചെറിയൊരു ഇൻഫർമേഷൻ ആണെങ്കിലും അത് ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. അത് പിന്നെ സാർ, അതെ സാർ,
ഞാൻ റീൽസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്യാബ് വന്നു. റീലിൽ ആ ക്യാബിനെയും കൂടെ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ടേക്ക് എടുത്തു. അത് നിങ്ങളുടെ ഉണ്ടോ അതോ ഡിലീറ്റ് ചെയ്തോ? ആ ഉണ്ട് സാർ. എഡിറ്റിങ്ങിന് വേണ്ടി ഞങ്ങളത് വെച്ചിട്ടുണ്ട്. അത് ഒരു തവണ ഒന്ന് കാണിക്കാമോ? സാർ ഇതാ സാർ. ഏട്ടാ, ആ സ്ത്രീയാ CCTV-ൽ കണ്ട അതേ സ്ത്രീ. ഇതിലും ഫേസ് ക്ലിയർ ആയിട്ട് കാണുന്നില്ലല്ലോ. വീഡിയോ ഇത്രേ ഉള്ളൂ അതോ? അത്രേ ഉള്ളൂ സാർ. അതിനുശേഷം ഞങ്ങൾ വേറെ റീൽ എടുക്കാൻ പോയി. ആ ക്യാബ് അതുവഴി ഇങ്ങ് തിരിച്ചുപോയി. അപ്പോഴേക്കും ഞങ്ങൾ ഷൂട്ടൊക്കെ തീർത്തു. ആ ക്യാബിൽ വന്ന ലേഡിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഞങ്ങളാരും അത്രയ്ക്കൊന്നും ശ്രദ്ധിച്ചില്ല മാഡം. ഞങ്ങളെല്ലാവരും റീൽസ് എടുക്കുന്ന തിരക്കിലായിരുന്നു. ആ സമയത്ത് മർഡർ നടക്കുമെന്ന് ഞങ്ങളെങ്ങനെ അറിയണേ മാഡം? ആ കൊലയാളി ആരാണെങ്കിലും വളരെ ശ്രദ്ധയോടെയാ കൊല ചെയ്തിരിക്കുന്നേ. എവിടെയും അവരുടെ ഫേസ് കാണാത്ത വിധം. നമ്മൾ എങ്ങനെയായിട്ട് അവരെ കണ്ടുപിടിക്കുക? അവള് വന്നത് ക്യാബിലല്ലേ? ക്യാബ് ഡ്രൈവറിന് എന്തായാലും അവരെ കണ്ടാ അറിയായിരിക്കുമല്ലോ. ആ കറക്റ്റ് ഏട്ടാ. ആ ക്യാബ് നമ്പർ കണ്ടുപിടിച്ച് നമുക്ക് അവിടെ എൻക്വയറി ചെയ്യാം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ വീഡിയോ ഞങ്ങളൊന്ന് എടുത്തോട്ടെ. ഇത് ഞങ്ങൾക്കൊരു എവിഡൻസ് ആയിരിക്കും. എടുത്തോളൂ സാർ. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു സഹായം ചെയ്ത് പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ. വസുന്ധര പോവാം. ആ ക്യാബ് ഓഫീസിൽ പോയി നമുക്ക് അന്വേഷിക്കാം. വസുന്ധരയുടെ മാത്രമല്ല, ഉണ്ണിയുടെയും കയ്യൊപ്പ് നിങ്ങൾ വാങ്ങണം. നമുക്കധികം സമയമില്ല മാഡം. ഇന്നെങ്ങനെങ്കിലും ഉണ്ണിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ കയ്യൊപ്പിടിയിക്കണം. അബീനെയും വസുവിനെയും സമ്മതിപ്പിക്കണം. നീ വിഷമിക്കാതിരിക്കടി. നീ എത്ര വിഷമിച്ചാലും പോയവര് തിരിച്ച് വീട്ടിലേക്ക് വരുവോടി? അവളോടുള്ള സ്നേഹത്തെ വസുവിനോടുള്ള പകയാക്കി പ്രതികാരം ചെയ്യണം. അപ്പോഴേ ശിവാനിയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. ഞാനിനി ഇവളെ സമാധാനിപ്പിക്കണം അല്ലേ? മിസ്സിസ് ദമയന്തി, നിങ്ങളുടെ മകളുടെ മരണത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. ഐ എം സോ സോറി. ചെറിയ പ്രായത്തിൽ തന്നെ അവളെ നഷ്ടമായില്ലേ? അങ്ങനെയൊന്നും സംഭവിക്കാനേ പാടില്ലായിരുന്നു. സ്വന്തം മക്കളെ നഷ്ടപ്പെടുമ്പോ അതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. എന്റെ മകൻ എന്നെ വിട്ടു പോയപ്പോ എനിക്കും നിങ്ങളെപ്പോലെ വിഷമമുണ്ടായിരുന്നു. എല്ലാരും ഇവിടെ വേദനിക്കുന്നുണ്ട്. ഈ വീട്ടിലെ ചിലർക്ക് മാത്രം അതില്ല. നിങ്ങൾ എപ്പോഴും വന്ന ജാനകി മാഡം? ആ, ഞാനിപ്പോ വന്നേ ഉള്ളൂ ഭാസ്കർ സർ. ഹായ് ഉണ്ണി. ഹലോ ആന്റി. മാഡം ഇരിക്കും, ഞാൻ കോഫി കൊണ്ടുവരാം. നോ താങ്ക്സ്. ഉണ്ണിയെ കാണണമെന്ന് തോന്നി വന്നതാ. അത് മാത്രമല്ല, ദമയന്തിയുടെ മകളെക്കുറിച്ചും അറിഞ്ഞു. പാവം, എടുത്തു ചാടി സൂയിസൈഡ് ചെയ്തു കളഞ്ഞു. അത് സൂയിസൈഡ് ആയിരുന്നില്ല, മർഡർ. ശിവാനി ആരോ തലക്കടിച്ച് കൊന്നതാണ്. മൈ ഗോഡ്, അങ്ങനെയോ? ആരാ അത് ചെയ്തത്? അതിതുവരെ കണ്ടുപിടിച്ചില്ല. അബിയും വസു അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവരിവിടെ വീട്ടിലില്ലേ? ഇല്ല മാഡം, കൊലയാളിയെ കണ്ടെത്താൻ പോയതാണ്. എത്രയും പെട്ടെന്ന് പിടിക്കാനേ ചെയ്യും. ശിവാനിയെ കൊന്ന കൊലയാളികളെ നിങ്ങൾക്കൊരിക്കലും പിടിക്കാൻ പറ്റില്ല. അങ്ങനെ എളുപ്പത്തിലൊന്നും പിടിതരില്ല. ആ കൊലയാളി ആരായിരുന്നാലും ശരി, അവരെ പെട്ടെന്ന് പിടിച്ച് ശിക്ഷ ലഭിക്കാനായിട്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ ശിവാനിക്ക് ശാന്തി ലഭിക്കുകയുള്ളൂ, ദമയന്തിക്കും സമാധാനം കിട്ടുള്ളൂ. സ്വന്തം മോള് പോയാല് എങ്ങനെ മനസമാധാനം കിട്ടും? 100 വയസ്സുവരെ ജീവിച്ചിരിക്കേണ്ട മോളെ കൊന്നുകളഞ്ഞില്ലേ? ഞങ്ങളുടെ വേദന ശത്രുക്കൾക്ക് പോലും ഉണ്ടാവരുത്. സോറി, നിങ്ങൾ നിങ്ങളുടെ വിഷമത്തിലിരിക്കുമ്പോ ഞാൻ ഉണ്ണിയെ കാണാനായിട്ട് വന്നു. അത് സാരമില്ല മാഡം, ഉണ്ണിയെ കാണാനല്ലേ വന്നത്? അല്ല ഭാസ്കർ സർ, ഇന്ന് എന്റെ മകന്റെ ഓർമ്മ നാളാണ്. മകന്റെ ഫ്രണ്ട്സിനെ എല്ലാം വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ ഉണ്ണിയും വീട്ടിലേക്ക് കൊണ്ടുപോയി
ഒരു ചെറിയ ഫംഗ്ഷൻ നടത്താമെന്ന് വിചാരിക്കുക ഞാൻ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഉണ്ണിയെ ഞാൻ കൂട്ടിക്കൊണ്ടു പോയിക്കോട്ടെ? തിരിച്ച് ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. അത് അഭിയും വസു ഇപ്പൊ വീട്ടിലില്ല. അവര് വന്നതിന് ശേഷം അവരോടൊന്ന് ചോദിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അവർ രണ്ടുപേരും കേസിന്റെ കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അവർ തിരിച്ചു വരാൻ എത്ര സമയം എടുക്കുമായിരിക്കും എന്തോ. ഉണ്ണിയെ ഞാൻ തിരിച്ച് പെട്ടെന്ന് കൊണ്ടുവരാം. ഇല്ല മാഡം, അവയുടെ പെർമിഷൻ ഇല്ലാതെ ഉണ്ണി വിടാൻ പറ്റത്തില്ല. സാരമില്ല, വിട്ടേക്ക് വല്യച്ഛ. പാവ ആന്റി ഇത്രയൊക്കെ ചോദിക്കുന്നതല്ലേ. ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നേക്കാം. താങ്ക്സ് ഡാ ഉണ്ണി. വേണ്ട ഉണ്ണി, അല്ലെങ്കിൽ തന്നെ നമ്മുടെ സമയം ശരിയല്ല. ഒന്നും ഉണ്ടാവില്ല വല്യമ്മേ. എന്നെ രക്ഷിച്ച ആന്റിയല്ലേ വിളിക്കുന്നേ. ഞാൻ ആന്റിയുടെ കൂടെ സേഫ് ആയിരിക്കും. ഇന്നെന്റെ മകന്റെ ഓർമ്മ ഒരുപാട് വരുന്നുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു ദിവസം വന്നേനെ. ഇറ്റ്സ് ഓക്കെ ആന്റി, നമുക്ക് പോയിട്ട് വരാം. വേണ്ട ഉണ്ണി, നിന്റെ വല്യച്ഛനും വല്യമ്മയും ഒരുപാട് പേടിക്കുന്നുണ്ട്. പേടിയൊന്നുമല്ല ആന്റി. വേണമെങ്കിൽ ഞാൻ അമ്മയും അച്ഛനെയും ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. കൂട്ടിക്കൊണ്ട് പൊയ്ക്കോട്ടെ? പെട്ടെന്ന് കൊണ്ടാകത്തില്ലേ? ഒരുപാട് ലേറ്റായ വസു വല്ലാണ്ട് പേടിച്ചു പോവും. ലേറ്റ് ഒന്നും ആവത്തില്ല, ഞങ്ങൾ ഉടനെ ഇങ്ങെത്തും. താങ്ക് യു. നിങ്ങൾ ധൈര്യമായി ഇരിക്കൂ ദേമേന്തി. ഉണ്ണി, ലെറ്റ്സ് ഗോ. വസുന്ധര, ഈ ക്യാബ് തന്നെയാ? CC ക്യാമറ കണ്ട അതേ നമ്പർ? നമുക്ക് പോയി നോക്കാം. വാ, നമുക്ക് അകത്ത് പോവാം. സർ നമസ്കാരം. നമസ്കാരം, ഇരിക്കൂ. എന്താ സാർ വേണ്ടത്? ഒരു ഇൻഫർമേഷൻ വേണം സാർ. മെനിഞ്ഞാന്ന് രാത്രി പ്ലേ ഗ്രൗണ്ടിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയുടെ മർഡർ നടന്നിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ ക്യാബ് അവിടെ ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങളിവിടെ ക്യാബ് സർവീസാണ് ചെയ്യുന്നത്, അല്ലാതെ മർഡർ അല്ല. അയ്യോ സർ. സാർ തെറ്റിദ്ധരിക്കാതെ, ആ മർഡറിൽ സാറിന് പങ്കൊന്നുമില്ല. പക്ഷേ ക്യാബിൽ ട്രാവൽ ചെയ്ത ലേഡിയാണ് ആ കൊലപാതകം ചെയ്തെന്ന തെളിവ് ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു തവണ ഈ വീഡിയോ ഒന്ന് കാണും സാർ. വീഡിയോയിൽ അവരുടെ മുഖം കാണാൻ പറ്റുന്നില്ല. മർഡർ നടന്നതായി ഞങ്ങളുടെ കയ്യിൽ CCTV ഫുട്ടേജ്